CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ചില സമുദായ സംഘടനകൾ, ചില ക്രൈസ്തവ സംഘടനകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിയതുകൊണ്ടാണെന്നാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളും ക്രൈസ്തവ മതന്യൂനപക്ഷവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് വികസന രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത്. അത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിനെതിരെയുള്ള കുടുംബാധിപത്യവും അഴിമതിയും നടത്തുന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിനെതിരെയുമുള്ള ജനവിധിയാണ് കാണിക്കുന്നത്. വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ട്, മതഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയ പിണറായി വിജയനാണ് പരാജയത്തിൻ്റെ ഒന്നാം നമ്പർ ഉത്തരവാദി. 30% വരുന്ന മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ ഭയാശങ്കയിലാക്കി അവർ രണ്ടാംകിട പൗരന്മാരായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തി, അവർ വേട്ടയാടപ്പെടുകയാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തി അവരുടെ വോട്ട് നേടാൻ വേണ്ടി പിണറായി വിജയനും സംഘവും നടത്തിയ നീചമായ നീക്കത്തിനുള്ള തിരിച്ചടിയാണ് LDFന് പ്രധാനമായിട്ടുണ്ടായിരിക്കും. അവരുടെ ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും അവർക്ക് നഷ്ടമായത് ഇത് കാരണമാണ്. ഹിന്ദു വോട്ടുകൾക്കിടയിൽ വ്യാപകമായ ചോർച്ചയുണ്ടായി. മുസ്ലിം സമുദായത്തിലെ പാർട്ടി കേഡറുകൾ പോലും UDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തിയത്. മറ്റൊന്ന്, അഴിമതിക്കെതിരായിട്ടുള്ള പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചത്. സഹകരണ കൊള്ളയും കള്ളക്കടത്തും മാസപ്പടിയും എല്ലാം ആസൂത്രിതമായി CPM നടത്തിയതിൻ്റെ തിരിച്ചടിയാണ്, മുഖ്യമന്ത്രി നടത്തിയതിൻ്റെ തിരിച്ചടി. ഇപ്പോൾ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പാവപ്പെട്ടവരുടെ നിക്ഷേപം തട്ടിയെടുത്ത് കൈക്കലാക്കി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച CPM ജില്ലാ സെക്രട്ടറിയും പാർട്ടി നേതൃത്വവും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതോടുകൂടി ഇതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണം. പാവങ്ങളുടെ പണമാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. ആ പണമാണ് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേരിൽ വസ്തുവകകളാക്കി സൂക്ഷിച്ചിരിക്കുന്നത്, ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ED അതാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിലെ 100 കണക്കിന് സഹകരണ ബാങ്കുകളിൽ ഈ കൊള്ള നടന്നിട്ടുണ്ട്. പാർട്ടി നേതൃയോഗം സഹകരണ കൊള്ളയ്ക്കെതിരെ ഞങ്ങൾ ആരംഭിച്ച ശക്തമായ പ്രചാരണവും പ്രക്ഷോഭവും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് സഹകരണ കൊള്ളയ്ക്കെതിരെ കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായ പ്രക്ഷോഭവും പ്രചാരണവും സംഘടിപ്പിച്ചു. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കേരളത്തിൽ സഹകരണ അദാലത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു സബ് കമ്മിറ്റി ഞങ്ങളുണ്ടാക്കി. അഴിമതി നടന്ന, കൊള്ള നടന്ന എല്ലാ സഹകരണ ബാങ്കുകൾക്ക് മുമ്പിലും ഞങ്ങൾ സഹകരണ അദാലത്തുകൾ നടത്തി. കരുവന്നൂരിൽ മാത്രമല്ല, കണ്ടലയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലും കേരളത്തിലെ പല ബാങ്കുകളിലും ഞങ്ങൾ സഹകരണ അദാലത്തുകൾ നടത്തി. അവിടെയെല്ലാം പ്രക്ഷോഭങ്ങൾ നടത്തി. അവിടെയെല്ലാം നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പിലെ ഇരയാക്കപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന ജനകീയ സമിതിക്ക് ഭാരതീയ ജനതാ പാർട്ടിയാണ് നേതൃത്വം നൽകിയത്. BJP നേതാവാണ് അതിന് നേതൃത്വം നൽകിയത്. അവർക്ക് നിയമപരമായ എല്ലാ സഹായവും കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടി. ED അന്വേഷണത്തിലേക്കും തുടർന്നുള്ള അന്വേഷണങ്ങളിലേക്കും പോകാൻ കാരണമാവുന്ന തരത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കോൺഗ്രസ് കുറ്റകരമായ മൗനമാണ് കാണിച്ചത്. UDFും ഇതിൽ കൂട്ടുപ്രതികളാണ്. AR നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടി, പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ KPCC ജനറൽ സെക്രട്ടറി, മാവേലിക്കര സഹകരണ ബാങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കോൺഗ്രസ് MPമാർ, ഇവരൊക്കെയാണ് അതിൽ പങ്കാളികളായിട്ടുള്ളത്. അതുകൊണ്ട് സഹകരണ കൊള്ളയിൽ തൃശ്ശൂരിലെ നടപടിയിലൂടെ BJP ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വലിയ പ്രക്ഷോഭം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു.
ഇനി മറ്റ് സഹകരണ ബാങ്കുകളിലും നടത്തിയിട്ടുള്ള കൊള്ളകൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരാൻ തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലപ്രദമായി വർദ്ധിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറാൻ കഴിയുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള പദ്ധതികളാണ് പാർട്ടി ചർച്ച ചെയ്തത്. വരും ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നടക്കും.